സ്വന്തം തലസ്ഥാനത്താണ്. അതിൽ 200 180 ബിരിയാണി കണ്ടിട്ട് ഇതാണ് സ്വന്തം കൈദി ബിരിയാണി. നമ്മുടെ കാർട്ടിലെ ചിത്രത്തോടെ ക്ലിക്കായ തമിഴ്നാട് സ്വന്തം കൈദി ബിരിയാണി. തിന്നിട്ട് വേർത്ത കേട്ടോ, നല്ല ചൂടാണ്, കാരണം കഴിച്ച് വേർക്കുകയാണ്. അപ്പം കടയും കാര്യമെല്ലാം പറയാം, ഇത് എങ്ങനെ ഉണ്ടാക്കുന്നു, ബാക്കി കാര്യങ്ങളെല്ലാം കാണാം. ആദ്യം വാ. भैया ഇതെന്താ പരിപാടി? ये पालकप्पा പാൽക്കപ്പ. പാലൊഴിച്ച് കപ്പയിട്ട് पहले तो थोड़ा मिल्क कोकोनट मिल्क या कुछ नॉर्मल मिल्क भी डालता है इसके अंदर. उसके बाद हम लोग का बॉयल തേങ്ങാപ്പാലും പിന്നെ സാധാരണ നമ്മുടെ മിൽക്ക് ഒഴിക്കും, പിന്നെ കപ്പ ഇടും. ये बॉयल किया हुआ कप्पा है. അത് വേവിച്ച കപ്പ. इसमें कुछ एसेंस वगैरह कुछ भी नहीं है, नहीं कुछ ये वेज है, एसेंस वगैरह कुछ भी नहीं है. इसमें सिर्फ शुगर और सॉल्ट जाता है. സത്യം. പാൽക്കപ്പയ്ക്കൊപ്പം കൊടുക്കുന്ന കറി നമ്മുടെ സബ്ജി മറ്റേ ചിക്കൻ കറി അല്ലേ? ചിക്കൻ ഇല്ല, പ്രോൺസ് ബീഫ്. അപ്പോൾ അതാണ് പരിപാടി. ഇത് ഇവിടുത്തെ ഒരു ഫേമസ് ഐറ്റമാണ് ഇവിടുത്തെ. പിന്നെയും കുറേ ഐറ്റംസ് ഉണ്ട്. ഇപ്പോൾ പൊറോട്ട, ചിക്കൻ പൂര മിലേഗ. അപ്പോൾ പാൽക്കപ്പയും ബീഫ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ താഴെ 2 ഓർഡർ ഉണ്ട്. അപ്പോൾ ചേട്ടാ പിടിച്ചോ. ഇതാണ് നമ്മുടെ കൈദി ബിരിയാണി. അപ്പം ഇത് ഹാഫ് പോർഷൻ, എത്ര ഫുൾ പോർഷനോ? ഹാഫ് ഒരു ബക്കറ്റ് ഹാഫ്. അപ്പം ഇതാണ് തമിഴ്നാട്ടിൻ്റെ സ്വന്തം കൈദി ബിരിയാണി. പക്ഷേ വെക്കുന്ന ആശാൻ കൽക്കട്ടക്കാരനാണ് അല്ലേ? കൽക്കട്ട അല്ലേ? कलकत्ता. ഈ അച്ചാനാ बहुत ही अच्छा है. बहुत अच्छा है. आप लोगों को भी दिया, आप टेस्ट कीजिए. ये मेरा रेस्टोरेंट में सबसे फेमस आइटम है ये. ഫേമസ് उसके बाद मांदी भी है. നമ്മുടെ കടയുടെ ഏറ്റവും ഫേമസ് ആയിട്ടാണ്. इसके साथ आएगा ये हाफ पोर्शन है. ഹാഫ് പോർഷൻ. और फुल पोर्शन के लिए इसके सेम आएगा 8 पीस, 4 अंडा आएगा, 8 पीस चिकन, 4 स्वीट और इससे बड़ा एक बकेट है. वो बकेट में हम लोग ഇത് ഹാഫ് പോർഷനും ഫുൾ പോർഷനും ഉണ്ട്. അപ്പം നമ്മളിപ്പോൾ വാങ്ങിയിരിക്കുന്ന ഹാഫ് പോർഷൻ ചിക്കനാണ്, അല്ല ഹാഫ് പോർഷൻ കൈദി ബിരിയാണി. അപ്പോൾ അതിൽ തന്നെ 2 സ്വീറ്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ 4 ചിക്കൻ പീസ്, 2 അണ്ട. അതായത് നമുക്ക് ട്രീറ്റ് എല്ലാം കൊടുക്കണമെങ്കിൽ അടിപൊളി പരിപാടിയാണ്. കാരണം വലിയ എക്സ്പെൻസ് ആവില്ല. ഒരു ഹാഫ് വാങ്ങിയത് 4 പ്ലേറ്റ് കഴിക്കാനുണ്ടാവും. അങ്ങനെ ചോറ് പോരാണ്. അപ്പോൾ ഇതാണ് നമ്മൾ താഴെ കണ്ട ബിരിയാണി. അപ്പം ഇവിടുത്തെ പാൽക്കപ്പയും അതുപോലെ ഫേമസ് ആണ്. കഴിച്ചാലോ? ഇതാണ് സുഖം. ഒരു ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ ഒന്നിച്ചിത് കഴിക്കുക അല്ലേ? അടിപൊളിയാണ് സാധനം. എല്ലാവർക്കും ഒരു ബിരിയാണി വാങ്ങിയാൽ തന്നെ ഇത് നമ്മളിപ്പോൾ ഹാഫ് വാങ്ങിയത് 4 ആൾക്ക് സുഖമായിട്ട് കഴിക്കാൻ മാത്രമുണ്ട്. ഫുള്ള് വാങ്ങിക്കഴിഞ്ഞാൽ 8 ആൾക്ക് സുഖമായി കഴിക്കുക. എങ്ങനെയുണ്ട്? കൊള്ളാം. വായിൽ മൊത്തം ബിരിയാണി വെച്ചേക്കുക. കൈദി ബിരിയാണി കഴിച്ചിട്ടേ വയറൊക്കെ നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ സ്ഥലം പറഞ്ഞുതരാം. നിങ്ങൾ അടുത്ത ദിവസം തന്നെ വന്നോളൂ, കഴിച്ചോളൂ കേട്ടോ. നമ്മുടെ ശാസ്ത്രമംഗലത്ത് നിന്ന് പൈപ്പിൻമൂട് പോകുന്ന റൂട്ടിൽ വരുമ്പോൾ ജസ്റ്റ് ഒരു 100-200 മീറ്റർ കഴിയുമ്പോൾ കാണാം നമ്മുടെ സ്വന്തം റോയൽ ട്രാവൻകൂർ കിച്ചൺ.